ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം പ്രഹരശേഷിയുള്ള ആണവായുധ രാഷ്ട്രങ്ങളാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആണവയുദ്ധത്തിൽ ഏർപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇന്ത്യ യുദ്ധത്തിന് സജ്ജമാണോ? പഠനങ്ങൾ ഇന്ത്യ പാക് ആണവയുദ്ധം ഒരാഴ്ചയിൽ താഴെ മാത്രമേ നീണ്ടു നിൽക്കൂവെന്ന് വ്യക്തമാക്കുന്നു. 50 മുതൽ 125 ദശലക്ഷം ആളുകളുടെ മരണത്തിന് വരെ യുദ്ധം കാരണമായേക്കാം. ഈ സംഖ്യ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ മരണസംഖ്യയേക്കാൾ കൂടുതലുമാണ്. യുദ്ധം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും പുരോഗതിയെയും ബാധിക്കും. മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകും. ദാരിദ്ര്യം വന്നുചേരും. 1974 ഇന്ത്യയും 1998 പാകിസ്ഥാനും ആണവ ശക്തിയായി മാറി. എന്നാൽ ഇരു രാജ്യങ്ങളും മുൻപുണ്ടായ യുദ്ധങ്ങളിൽ ആണവ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. 1974 മെയ് 18 ഇന്ത്യ ആദ്യ ആണവ പരീക്ഷണം നടത്തിയത്. രാജസ്ഥാനിലെ പൊഖ്രാനിലായിരുന്നു പരീക്ഷണം. പരീക്ഷണത്തിന്റെ രഹസ്യനാമം സ്മൈലിംഗ് ബുദ്ധ എന്നായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിര അംഗമല്ലാത്ത ഇന്ത്യ നടത്തിയ ആദ്യത്തെ ആണവ പരീക്ഷണം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആണവയുദ്ധം വീണ്ടും ചർച്ചയാകുകയാണ്. ഔദ്യോഗികമായി ഇരു രാജ്യങ്ങളും അവരുടെ ആണവശേഷി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അനൌദ്യോഗിക കണക്കനുസരിച്ച് ഇന്ത്യക്ക് പാകിസ്ഥാനേക്കാൾ ആണവശേഷി ഉണ്ടെന്നാണ് കണ്ടെത്തൽ. വാർഹെഡുകളും കരകടൽ വ്യോമ ആണവ വിക്ഷേപണ ശേഷിയുമുണ്ട്. ലോകശക്തികളായ അമേരിക്കയും റഷ്യയും ലോകത്തിലെ മുഴുവൻ ആണവായുധ ശേഖരണത്തിന്റെ ഏകദേശം 88%, സൈനിക ഉപയോഗത്തിന് ലഭ്യമായ വാർഹെഡുകളുടെ 84% കൈവശം വെച്ചിരിക്കുന്നു. ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് പുറത്തുവിട്ട 2025 ലിസ്റ്റിലെ 9 ആണവായുധ രാജ്യങ്ങൾക്ക് ഏകദേശം 12,331 വാർഹെഡുകളുണ്ട്. പട്ടികയിൽ ഇന്ത്യ 6-മതും പാകിസ്ഥാൻ 7-മതുമാണ്. ഇന്ത്യയുടെ പക്കൽ 180 വാർഹെഡുകളും പാകിസ്ഥാന്റെ കൈവശം 170 വാർഹെഡുകളും ഉണ്ടെന്നാണ് ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് പുറത്തുവിട്ട പഠനത്തിൽ വ്യക്തമാക്കുന്നത്. റഷ്യ, അമേരിക്ക, ചൈന, ഫ്രാൻസ്, യുണൈറ്റഡ് കിങ്ഡം, ഇസ്രയേൽ എന്നിവയാണ് മറ്റു ആണവായുധ രാഷ്ട്രങ്ങൾ. കരനാവിക വ്യോമസേനയുടെ പ്രതിരോധ ശേഷി പരിശോധിക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തും പാകിസ്ഥാൻ 12-ാം സ്ഥാനത്തുമാണ്. ഏകദേശം 1.46 ദശലക്ഷം സജീവ സൈനികരും 1.15 ദശലക്ഷം കരുതൽ ശേഖരവുമുള്ള ഇന്ത്യ സജീവ സൈനിക സേനയാണ്. $7.6 ബില്യൺ പാകിസ്ഥാന്റെ പ്രതിരോധ ബജറ്റ്. അതേസമയം ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് ഏകദേശം $79 ബില്യൺ. കവചിത യന്ത്രവൽകൃത സേനയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ 4201 ടാങ്കുകളിൽ T-90 ഭീഷ്മ മുതൽ തദ്ദേശീയമായി നിർമ്മിച്ച അർജുൻ ടാങ്കുകൾ വരെ ഉൾപ്പെടുന്നു. പാകിസ്ഥാന്റെ കൈവശമുള്ളതിന്റെ 3 ഇരട്ടി കവചിത വാഹനങ്ങളും ഇന്ത്യക്കുണ്ട്. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ മിസൈലായ ഷഹീൻ 3-ന് ഏകദേശം 2750 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. എന്നാൽ 3000 കിലോമീറ്ററിനപ്പുറം സാധ്യതയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ചൈനയുടെയും ബെലാറസിന്റെയും സഹായത്തോടെ പാകിസ്ഥാൻ വികസിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. 5200 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള അഗ്നി 5 മിസൈൽ ഇന്ത്യയും വികസിപ്പിച്ചിട്ടുണ്ട്. റഫാൽ, സുഖോയ് Su-30 MKI, തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ആധുനിക യുദ്ധവിമാനങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഇന്ത്യയുടെ വ്യോമസേന ഏഷ്യയിലെ ശക്തമായ സേനയാണ്. ചെറുതാണെങ്കിലും പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് JF-17 തണ്ടർ, F-60 തുടങ്ങിയ യുദ്ധവിമാനങ്ങളുമുണ്ട്. വിമാനവാഹിനി കപ്പൽ, ആണവ അന്തർവാഹിനികൾ, വിവിധ ഉപരിതല യുദ്ധവിമാനങ്ങൾ എന്നിവയാൽ ഇന്ത്യയുടെ നാവികസേന സാങ്കേതികമായി കൂടുതൽ പുരോഗമിച്ചതാകുമ്പോൾ തീരദേശ പ്രതിരോധത്തിലും അന്തർവാഹിനി ശേഷികളിലും പാകിസ്ഥാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നയതന്ത്രപരമായി ഇന്ത്യ പാകിസ്ഥാനുമേൽ നടത്തിയ മിന്നൽ ആക്രമണത്തിൽ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫിന്റെ മറുപടി പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രമാണെന്ന കാര്യം ഇന്ത്യ മറക്കരുതെന്നായിരുന്നു. ഇന്ത്യയുടെ ആധുനിക സൈന്യവും അതിന്റെ നൂതന മിസൈൽ ശക്തിയും തന്ത്രപരമായ നീക്കങ്ങളും പാകിസ്ഥാനുമേൽ പ്രതിരോധം തീർക്കുന്നു. അതിർത്തി കടക്കാതെ തന്നെ പാകിസ്ഥാനുമേൽ പ്രകോപനം സൃഷ്ടിക്കാൻ ഇന്ത്യക്കാകും. ആണവശേഷിയിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ബഹുദൂരം മുൻപിലുമാണ്. എന്നാൽ യുദ്ധമല്ലെങ്കിൽ മറ്റെന്ത്? പാകിസ്ഥാനെ തോൽപ്പിക്കാൻ അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പിക്കുകയാണ് ഇന്ത്യ. അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. എന്തിനായാലും ഇന്ത്യ സജ്ജമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.